പുനർനിർമ്മിച്ച കയ്പമംഗലം കൂരിക്കുഴി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. വർഷം കൊണ്ട് സമസ്ത മേഖലയിലും എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം, പട്ടയ വിതരണം, ഡിജിറ്റൽ സർവേ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഈ നേട്ടങ്ങൾ ദൃശ്യമാണ്. കേരളത്തിന്റെ പൊതുജന ആരോഗ്യ മേഖലയിൽ മാതൃകാപരമായ ഇടപെടൽ നടത്താൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളെ നിലനിർത്തുക മാത്രമല്ല, അതിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുവാനും നമുക്ക് കഴിഞ്ഞു. പൊതുജനാരോഗ്യത്തിന്റെ അടിസ്ഥാന സൂചകങ്ങളായ ശിശുമരണ നിരക്ക്, ജനിക്കുന്ന 1000 കുട്ടികൾ 5 താഴെയും, മാതൃനിരക്ക് 1,00,000 പ്രസവങ്ങൾ 20 താഴെയും എന്ന നിലയിൽ കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും ബഹുദൂരം മുന്നിലാണ്. ഗർഭാവസ്ഥയെ തുടർന്നോ പ്രസവത്തെ തുടർന്നോ മരണം സംഭവിക്കുന്നതിൽ നിന്നും അമ്മമാരെ സംരക്ഷിക്കുന്നതിനുള്ള പരിപാടിയുടെ സംസ്ഥാനതല നടത്തിപ്പ് സൂചകങ്ങളും രാജ്യം ഒന്നാമതാണ്. ഇ.ടി. ടൈസൺ എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ എസ് ജയ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എ ഷാജഹാൻ, ദേവികാദാസൻ, പി എ ഇസ്ഹാഖ്, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, മെഡിക്കൽ ഓഫീസർ CRCG, ജനപ്രതിനിധികൾ, മറ്റുദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 42 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. 1600 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ ഡോക്ടേഴ്സ് റൂം, നഴ്സിംഗ് റൂം, പ്രതിരോധ വാക്സിനുകൾ നൽകുന്നതിനുള്ള സൗകര്യം, പ്രാഥമിക ചികിത്സാ സൗകര്യം ഉൾപ്പെടെ അവശ്യ സേവനങ്ങൾ നൽകുവാൻ കഴിയുന്ന വിധത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്.